പെൻഷൻ്റെ കാര്യങ്ങളടക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ UDF അടക്കം കൊടുത്ത പരസ്യത്തിൽ ചില കണക്കുകൾ ചോദിക്കേണ്ടതുണ്ട് എന്നൊരു പരസ്യവാചകം കണ്ടു. UDFൻ്റെ ആണെന്ന് തോന്നുന്നു ചില കണക്കുകൾ. അവസാനം ഇത് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഈ കണക്കുകളടക്കം കണക്കുകൾ ചോദിക്കുകയാണ്. ആരാ? നാട്ടുകാർ, ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വയനാടിന് വേണ്ടി പിരിച്ച കണക്ക് എവിടെ? നിങ്ങൾ എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുത്തു? ആ കണക്കുകളൊക്കെ ചോദിക്കുകയും ചെയ്തു. ഇപ്പോഴും പക്ഷേ രജനി അടക്കമുള്ളവർ പറയുകയാണ് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്തൊക്കെയോ മഹാകാര്യം ചെയ്തതെന്ന്. എങ്ങനെ ഈ ധൈര്യം വരുന്നു കോൺഗ്രസിന്? അത് ഈ ധൈര്യത്തിന് രണ്ട് വാക്കുണ്ട്. ഫൂളിഷ് കറേജ് എന്ന് പറയുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ആ ധൈര്യം അവർ കാണിക്കുന്നത്. ഇവിടെ രജനിയോട് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഗവൺമെൻറ് 3.5 ലക്ഷം പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. PSC 2011 മുതൽ 16 വരെ എത്ര പേർക്കാണ് നിങ്ങൾ നിയമനം കൊടുത്തത്? PSC വഴി. നിയമന നിരോധനമുള്ള കാലമാണ് കാലം. ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഉള്ള സ്ഥലം ഇപ്പോൾ കേരളമാണ്. 4 ലക്ഷത്തിലേറെ ആളുകളാണ് അവിടെ പുതുതായിട്ട് പണി കിട്ടിയിരിക്കുന്നത്. സമാനമായി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുണ്ടാക്കി പറയുമോ? ഇപ്പോൾ NH വികസനത്തെ തകർക്കാൻ കീഴാറ്റൂരിൽ നന്ദിഗ്രാമിലെ മണ്ണ് കൊണ്ടുവന്നിട്ട് NH നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളില്ലേ നിങ്ങൾ? AI ക്യാമറ വന്നപ്പോൾ അതിന് മുമ്പിൽ പോയി സമരം ചെയ്തവരല്ലേ നിങ്ങൾ? വിഴിഞ്ഞമത്തെ തടയാൻ വേണ്ടിയിട്ട് സമരമായി മുന്നോട്ടേക്ക് വന്നവളല്ലേ നിങ്ങൾ? എന്നിട്ട് നിങ്ങൾ സമരം നടത്തി എന്നുള്ളത് ഞങ്ങൾ മുന്നോട്ട് പോയോ? അവിടെയെല്ലാം ആ സമരങ്ങളെല്ലാം എതിരിട്ട് അതെല്ലാം നടപ്പിലാക്കി. അത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ നിലപാട്? ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് ഇത്തരം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വോട്ട് ചോദിക്കുന്നത്? ഇവിടെ ഏത് വിഷയങ്ങളിൽ നിങ്ങളുടെ കാഴ്ചപ്പാടെന്താണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 5 കൊല്ലക്കാലം ഭരിച്ചപ്പോൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച പ്രകടന പത്രിക എപ്പോഴെങ്കിലും പരിശോധിച്ചോ? ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് ജനങ്ങളോട് പറയാണ് ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ 90% കാര്യങ്ങൾ നടപ്പിലാക്കി. നവകേരളം എന്ന് പറയുന്ന മുദ്രാവാക്യം കേരളം ഇന്നുവരെ നേടിയ നേട്ടങ്ങളിൽ നിന്ന് ഇനിയും കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചോദിക്കുന്നു. നിങ്ങളോ? നിങ്ങൾ കേരളത്തെ 2011 മുതൽ 16 വരെയുള്ള UDF കാലത്തെ ഇരുണ്ട കാലത്തിലേക്ക് നയിക്കാൻ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. വികസനമില്ലാത്ത കാലം, വ്യവസായത്തിൻ്റെ ശവപ്പറമ്പായ കാലം, കറണ്ട് കട്ടുണ്ടായിരുന്ന കാലം, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ സ്കൂളിൽ അയക്കാൻ ആളുകൾ താല്പര്യപ്പെടാത്ത കാലം, ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം തന്നെ തകർന്നു കിടക്കുന്ന കാലം, സാമ്പത്തികമായിട്ടാകെ ഞെരുങ്ങുണ്ടായിരുന്ന കാലം, അതുപോലെ ആളുകൾക്ക് പണി കൊടുക്കാത്തൊരു കാലം, നിയമന